ദ്വാപരയുഗത്തിൽ ബ്രജഭൂമിയിൽ ജീവിച്ചിരുന്ന ആ ബാലന്റെ കഥ ഭാരതഭൂമി മുഴുവൻ പ്രസിദ്ധമായിരുന്നു. കുട്ടിക്കാലത്ത് തന്നെ എത്രയെത്ര അസുരന്മാരെ ആ കുട്ടി ഒതുക്കി വിട്ടിട്ടുണ്ട്. യമുനാ നദിയിൽ കടന്നു കയറിയ കാളിയൻ എന്ന വിഷസർപ്പത്തെ തലയിൽ നൃത്തം ചെയ്ത് അവന്റെ അഹങ്കാരം ശമിപ്പിച്ചു. മാറിൽ വിഷം തേച്ച് പാൽ കൊടുക്കാൻ വന്ന പൂതനയെ ഒരു പാഠം പഠിപ്പിച്ചു. പിന്നെ ശാപമോക്ഷം കൊടുത്തു. ദേവരാജനായ ഇന്ദ്രനെ ചൊടിപ്പിക്കാനായി അദ്ദേഹത്തെ ആരാധിക്കുന്നതിന് പകരം ഗോവർദ്ധന പർവ്വതത്തെ ആരാധിക്കാൻ വൃന്ദാവനത്തിലെ നിവാസികളോട് പറഞ്ഞു. തങ്ങളുടെ പ്രിയപ്പെട്ട കണ്ണൻ പറഞ്ഞാൽ അവർ പിന്നെ അത് അനുസരിക്കാതിരിക്കുന്നത് എങ്ങനെ? കണ്ണന്റെ വാക്ക് കേട്ട് അവർ ഇന്ദ്രനുള്ള യാഗങ്ങൾ നിർത്തി. കാഴ്ചകളുമായി ഗോവർദ്ധനത്തെ പരിക്രമണം ചെയ്യാൻ തുടങ്ങി. ക്രുദ്ധനായ ഇന്ദ്രൻ കൊടുങ്കാറ്റും പേമാരിയും അയച്ച് വൃന്ദാവനത്തെ ആകെ വെള്ളത്തിലാക്കി. എന്നാൽ കണ്ണനൊരു കുലുക്കവുമില്ലായിരുന്നു. ഗോവർദ്ധനത്തെ പുഷ്പം പോലെ ഉയർത്തി തന്റെ കൈവിരലിനാൽ ഉയർത്തി കണ്ണൻ. വൃന്ദാവനത്തിലെ മനുഷ്യരും പാടുകളുമെല്ലാം അതിനടിയിൽ അഭയം തേടി. ഇന്ദ്രന്റെ ശ്രമങ്ങളൊന്നും വിജയിച്ചില്ല. സാക്ഷാൽ നാരായണൻ തന്നെ മനുഷ്യരൂപത്തിൽ വന്ന ശ്രീകൃഷ്ണന് അങ്ങനെ എന്തെല്ലാം ലീലകളുണ്ട്. പിൽക്കാലത്ത് കുരുക്ഷേത്ര യുദ്ധത്തിലെ ഞാണൊലികൾ നിയന്ത്രിച്ച ഭഗവാൻ ബാല്യകാലം സംഭവ ബഹുലം തന്നെയായിരുന്നു. ബാലഗോപാലനായ കൃഷ്ണന്റെ ലീലകൾ തലമുറകളോളം പകർന്ന് അനശ്വരമായി ഇങ്ങനെ നിൽക്കുകയാണ്. ശ്രീകൃഷ്ണന്റെ ബാല്യകാല കഥകളിൽ പ്രസിദ്ധമാണ് ഒരു പഴക്കച്ചവടക്കാരിയുമായുള്ളത്. അക്കാലത്ത് മഥുരയിൽ ഒരു പഴക്കച്ചവടക്കാരി ജീവിച്ചിരുന്നു. ഒരിക്കൽ അവർ നന്ദഗോപരുടെയും യശോദയുടെയും വാസസ്ഥലത്തെത്തി. മധുരവും വാസനയുമേറിയ മാമ്പഴങ്ങൾ കണ്ട് ശ്രീകൃഷ്ണന് കുത്തിയടക്കാനായില്ല. ആ സ്വതസിദ്ധമായ കള്ളച്ചിരിയോടെ കണ്ണൻ പഴക്കച്ചവടക്കാരിക്ക് അരികിലെത്തി മാമ്പഴങ്ങൾ ആവശ്യപ്പെട്ടു. പകരമായി അരിയോ ധാന്യമോ നൽകാൻ പഴക്കച്ചവടക്കാരി ആവശ്യപ്പെട്ടു. കുട്ടിയായ കൃഷ്ണൻ വീടിനുള്ളിലേക്ക് പോയി. ചെറിയ കൈക്കുള്ളിൽ ഒരു പിടി ധാന്യവുമായി അവർക്കരികിലേക്ക് കുട്ടി കൃഷ്ണൻ എത്തി. പഴക്കച്ചവടക്കാരിക്ക് അരികിലെത്തി കണ്ണൻ മുഷ്ടി തുറന്നു. എന്നാൽ പറ്റിപ്പിടിച്ച ചില്ലറ ധാന്യമണികൾ ഒഴികെ ബാക്കിയെല്ലാം ഉണ്ണിക്കണ്ണന്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയിരുന്നു. അല്പം സങ്കടം അഭിനയിച്ച് തിരിഞ്ഞു നടന്ന ബാലഗോപാലനെ പഴക്കച്ചവടക്കാരി കൈയാട്ടി വിളിച്ചു. തന്റെ മടിയിലിരുന്ന് അമ്മ എന്ന് തന്നെ വിളിച്ചാൽ മാമ്പഴം തരാം എന്ന് ആ കച്ചവടക്കാരി പറഞ്ഞു. കണ്ണൻ അപ്രകാരം ചെയ്തു. ആരെയും മോഹിപ്പിക്കുന്ന ഭാവത്തോടെ അമ്മേ എന്ന് വിളിച്ച ആ കുരുന്നിന് പഴക്കച്ചവടക്കാരി മാമ്പഴങ്ങൾ നൽകി. കണ്ണൻ അതുമായി ഓടിപ്പോയി. എന്നാൽ പഴക്കച്ചവടക്കാരി തന്റെ കൂടയിൽ നോക്കിയപ്പോൾ കണ്ണൻ കൊടുത്ത മാമ്പഴങ്ങൾക്ക് പകരം കൂടയിൽ നിറയെ സ്വർണവും വില പിടിച്ച രത്നങ്ങളും. സാക്ഷാൽ ഭഗവാൻ തന്നെയായിരുന്നു കുറച്ചു മുമ്പ് തന്റെ മടിയിൽ കയറിയിരുന്നതെന്നും തന്നെ അമ്മേ എന്ന് വിളിച്ചതെന്നും താൻ നൽകിയ മാമ്പഴം ഭക്ഷിച്ചതെന്നും മനസ്സിലാക്കിയ പഴക്കച്ചവടക്കാരി സ്തംഭയായി നിന്നുപോയി. സ്വർണവും രത്നങ്ങളും ഒക്കെ അവരെ മോഹിപ്പിച്ചതേയില്ല.